UDFിന്റെ കൺവീനർ പ്രിയപ്പെട്ട കുഞ്ഞുശ്ശേരി, പ്രിയപ്പെട്ട പ്രസിഡന്റുമാര്, പ്രിയപ്പെട്ട പാലാ കോൺഗ്രസ് നേതാക്കന്മാർ, KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒരു സമരം. ഈ കേരളത്തെ 8 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ കയറിയപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞവർ ഇന്ന് എല്ലാം മുടിപ്പിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സർക്കാരിനെതിരെയുള്ള ഏറ്റവും ശക്തമായ സമരത്തിന് തുടക്കമായത്. ഇവിടെ നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേരളത്തിൽ നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി നേതൃത്വത്തിൽ UDF സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങൾ ഏറ്റവും അരോചകമായ രീതിയിൽ കള്ളക്കഥകൾ പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഒരു കള്ളക്കേസിൽ അദ്ദേഹത്തെ കുടുക്കാൻ ശ്രമിച്ച് ഒരു കമ്മീഷനെ വെച്ച് അദ്ദേഹത്തെ എന്താ പറയാ ചക്രവ്യൂഹത്തിൽ പെടുത്തുവാൻ ശ്രമം നടത്തിയ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് എല്ലാം ശരിയാവുന്ന പറഞ്ഞേ. അധികാരത്തിൽ കയറിയിട്ട് എന്താ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരന് നീതി കൊടുത്തു, ഇവിടുത്തെ പാവപ്പെട്ടവന് നീതി കൊടുത്തു, ഇവിടുത്തെ കർഷകന് നീതി കൊടുത്തു, ഇവിടുത്തെ കർഷക തൊഴിലാളിക്ക് നീതി കൊടുത്തു, ഇവിടുത്തെ വൈദ്യുതി ഉപയോഗത്തിന് നീതി കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇലക്ട്രിസിറ്റിയുടെ കരാറ് ഉമ്മൻചാണ്ടി സർക്കാർ ദീർഘകാലത്തേക്ക് 2040 വരെ 25 വർഷത്തേക്ക് കൊടുത്തതാണ്. 4 രൂപ 29 പൈസക്ക് ദീർഘകാലത്തേക്ക്. 70% നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന സാഹചര്യമാണ്. 30% ഇവിടെ ഉൽപാദനം നടത്തുന്ന സാഹചര്യം. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് നമ്മൾ ദീർഘകാലത്തേക്ക് ഉമ്മൻചാണ്ടി ഏത് കാര്യം ചെയ്തു അതെല്ലാം ദീർഘവീക്ഷണത്തോടെ ചെയ്തേ. സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ദീർഘകാലത്തേക്ക് കൊടുത്ത കരാറ്, വിഴിഞ്ഞം പോർട്ട്, അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രിസിറ്റി കരാർ ദീർഘകാലത്തേക്ക് കൊടുത്തു, വില കുറഞ്ഞ രീതിയിൽ. അവിടെ നിന്നാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് തൊട്ട് KSEBിയുടെ മാത്രമല്ല നമ്മുടെയൊക്കെ ഗതികേട് തുടങ്ങി, ഇല്ലേ? ആ ഗതികേട് എന്നുള്ളതിന്റെ ഒരു പര്യായമായി ഈ സർക്കാർ മാറിയിരിക്കുക. എന്തെങ്കിലും സാധാരണക്കാരന് നീതി കിട്ടുന്ന എന്താണ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ്? എന്താണ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് ഉത്തരം പറയുന്നത്. ഇങ്ങനെ വൈദ്യുതി ചാർജ് കൂട്ടുന്ന സാഹചര്യം ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത ആ കരാറിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഉണ്ടാകുമോ? അപ്പോ നിങ്ങളും നിങ്ങളുടെ കമ്മീഷനും ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ആ കരാറിനെ റദ്ദാക്കിച്ചു. എന്നിട്ട് ഹ്രസ്വകാല കരാറാക്കി അത് വീണ്ടും ദീർഘകാലത്തേക്ക് മാറ്റി. അപ്പൊ അവർക്ക് കേസിന് പോയപ്പോ അവർക്ക് അനുകൂലമായി കോടതി വിധിച്ചു. അപ്പോ ഈ ദീർഘകാല കരാറിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഈ കമ്പനികളെ സഹായിക്കുമല്ലേ സർക്കാർ ചെയ്തത്? സർക്കാരിന്റെ ഏറാൺമൂണികളായി ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ മാറി. അതുകൊണ്ട് ആ പാർട്ടി നോമിനികളാ, പാർട്ടിയുടെ തീരുമാനം. രാഷ്ട്രീയം പറയുമ്പോൾ ഇത്രയും ജനവഞ്ചന നടത്തിയ ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ജനവഞ്ചകനായ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വന്ന മാർഗം ശ്രദ്ധിച്ചാൽ മതി, വന്ന മാർഗം നോക്കിയാൽ മതി. എങ്ങനെയാണ് അധികാരത്തിൽ കയറിയതെന്ന്, അധികാരത്തിൽ കയറിയതിനു ശേഷം 8 വർഷം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നോക്കിയാൽ മാത്രം മതി. ജനവഞ്ചനയുടെ പര്യായമായി ഈ ഗവൺമെന്റിന് കാണുന്ന ജനങ്ങൾ ഒരു സംശയവും വേണ്ട, ശക്തമായി പ്രതികരിച്ചിരിക്കും. പ്രതികരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കറിയാം, പാലക്കാട് മിന്നുന്ന വിജയം, വയനാട് മിന്നുന്ന വിജയം. ചേലക്കരയിൽ കുറച്ച് വോട്ടുകൾ വ്യത്യാസത്തിൽ മാത്രമാണ് നമ്മൾ പരാജയപ്പെട്ടത്. വലിയ ഒരു മുന്നേറ്റം അവിടെ നടത്തുവാൻ UDFന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അവിടെയെല്ലാം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ ഹിതം തെളിയിച്ചു. ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം.
ഇങ്ങനെ ഒരു സർക്കാരിന് ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കും? ഇപ്പൊ പറയുന്നത് എന്തറിയോ? 250 കോടി രൂപ കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരുമെന്നാ പറയുന്നത്. ഇവിടെ സാധാരണക്കാരന്റെ കടം കയറി മുടിയുന്ന സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു. 250 കോടി കൊടുത്ത് എന്തിനാണ് മെസ്സിയെ കൊണ്ടുവരുന്നത്? ഞാൻ പറയുന്ന 250 കോടി വയനാട്ട് ദുരന്തത്തിന് കൊടുക്കാൻ മേലെ ഒരു വീട് ഈ സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് ആ കസേരയിൽ ഇരിക്കാൻ നാണമുണ്ടോ? വയനാട്ടിൽ 1000 വീട് പണിയെടുത്ത് ഒരു വീട് പോലും പണിയാൻ സാധിച്ചിട്ടില്ല. ഒരു വീട്. ഫിലോകാലിയ എന്ന് പറഞ്ഞ ഒരു സംഘടന നാളെ 4 വീട് നമ്മുടെ മണ്ഡലത്തിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വേറെ 5 വീട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന 51 വീടിന് സഹായം അവർ നൽകുന്നുണ്ട്. ആ ഫിലോകാലിയ 10 വീട് വയനാട്ടിൽ കൊടുത്തു കഴിഞ്ഞു. ഈ ഗവൺമെന്റിന്, ഒരു സന്നദ്ധ സംഘടനയ്ക്ക് അത്രയും സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ സർക്കാരിന് സാധിക്കുന്നില്ല? ആർജവത്വമില്ല, മുഖ്യമന്ത്രിക്ക് ആർജവത്വമില്ല, പിണറായി വിജയൻ ആർജവത്വമില്ല. ഉമ്മൻചാണ്ടി ആയിരുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടി ആയിരുന്നു ഇവിടെ മുഖ്യമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ ഭരണം നടത്തിയ UDF ആണെങ്കിൽ, മറ്റൊരു UDF മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ സാഹചര്യം? അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് ഓരോ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ വലിയ വൈദ്യുതി നിരക്ക് വർധനവ് നടത്തിയിരിക്കുക. എന്തിനു വേണ്ടി? ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി. കൊള്ളയടിച്ച് ഈ സർക്കാർ എങ്ങോട്ടാ പോകുന്നേ? എല്ലാത്തിനും കെ ഇട്ടിട്ടുണ്ട്. കെ ഫോൺ, കെ റെയിൽ, സീ പ്ലെയിൻ മാത്രം കെ അല്ല, സി ആണ്. അത് നേരത്തെ സി അവിടെ ഉള്ളതുകൊണ്ടാ. ബാക്കിയല്ല കെ ആ. പക്ഷെ നമുക്ക് ഇപ്പൊ മനസ്സിലായി കെയുടെ ഫുൾ ഫോം കൊള്ള എന്നുള്ളതാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൊള്ളയടിക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവരിക, കൊള്ളയടിക്കാൻ വേണ്ടി വയറ് കൊണ്ടുവരിക, കൊള്ളയടിക്കാൻ വേണ്ടി ഓരോ പരിപാടികൾ കൊണ്ടുവരും. മനസ്സിൽ പറയുന്നത് കൊള്ളയെന്നും പുറത്ത് പറയുന്ന കേരളം എന്നുമാണ്. ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഈ കെ ഇട്ടിരിക്കുന്നത്, പക്ഷെ പുറത്ത് പറയുന്നത് കേരള എന്നാ. അല്ലെങ്കിൽ ഇത്രയും ഫോണുകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ ഒരു കെ ഫോണിന്റെ പ്രസക്തി ഉണ്ടോ? ഇനി മെസ്സിക്ക് കൂടെ കെ ഇട്ടാ മതി. കെ മെസ്സി ഇല്ലേ? കെ മെസ്സി. ഞങ്ങൾ കെ മെസ്സിയെ കൊണ്ടുവരുവാൻ 250 കോടി, 1-2 രൂപയല്ല, വല്ല 10-15 കോടി എന്തെങ്കിലും. പിന്നെ അതുകൊണ്ടാ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഈ ഫുട്ബോളിന്റെ ആരാധകരുള്ളത്. അവര് പറഞ്ഞു ഞങ്ങൾ TV കണ്ടോളാം, ആ കാശ് വയനാടിന് കൊടുത്തേക്ക്. മെസ്സിയെ ഞങ്ങൾ TV കണ്ടോളാം, വയനാടിന് കാശ് കൊടുത്തേക്ക്. നമ്മളിപ്പോ കൂരോപ്പടയാണല്ലോ നിൽക്കുന്നത്. കൂരോപ്പടയിൽ ഞാനൊരു MLA എന്ന നിലയ്ക്ക് തന്നെ ഒരു ടർഫ് കൊണ്ടുവന്നല്ലോ. ഇവിടെ തന്നെയാണ് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ മെഡിക്കൽ ട്രസ്റ്റുമായിട്ട് ചർച്ചയിലാണ് എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച്. നമുക്ക് 1.5 സ്ഥലം, 1.5 ഏക്കർ അവിടെ തരാമെന്നുള്ളൊരു വാഗ്ദാനം നമുക്കുണ്ട്. ഫൗണ്ടേഷന് വേണ്ടി ഹോസ്പിറ്റൽ തരാൻ ഒരു വാഗ്ദാനം അവിടെ തന്നിട്ടുണ്ട്. മറ്റൊരാള് തന്നത് പ്രാവർത്തികമാക്കി ഇവിടെ ഉള്ളു പോകും. അത് ചെറിയ കാര്യമൊന്നും അല്ല. ഹരിച്ചേട്ടൻ 50 സെന്റ്. അതുപോലെ മറ്റൊരാൾ പൂരപ്പടക്കാരൊക്കെ വലിയ മനസ്സുള്ളവരാ. ആ വലിയ മനസ്സിന്റെ പ്രതീകമായിട്ടാണ് പ്രസിഡന്റ്. പൂരപ്പടക്കാരെ പറ്റി പറയുമ്പം പ്രസിഡന്റ് വേണ്ടേ? അപ്പൊ വലിയ മനസ്സുള്ളവരാ. അപ്പം ഒരാള് 1/2 ഏക്കർ തന്നു, അടുത്തയാള് 1.5 ഏക്കർ. പൂരപ്പടയ്ക്ക് മാത്രമല്ല, പുതുപ്പള്ളിക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി 1.5 ഏക്കർ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരുവാൻ ശ്രമിക്കുക, തരാൻ ശ്രമിച്ചിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു MLAക്ക് ചെറിയൊരു കാലം കൊണ്ട് ഒരു ടർഫ് പണിയാമെങ്കിൽ ഒരു സർക്കാരിന് 140 മണ്ഡലത്തിനും ഇതേപോലെ കാര്യങ്ങൾ ചെയ്തുകൂടി? ഒരു MLA എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എത്രയോ പേരും ഹരിച്ചേട്ടനെ കൂട്ട്, എത്രയോ പേര് അഭിനന്ദിയ തിമോത്തിയോസ് തിരുമേനി,
അദ്ദേഹമാണ് 1.5 ഏക്കർ തരാമെന്ന് പറഞ്ഞത്. എത്ര പേര് കേരളത്തിൽ കാണും മറ്റുള്ളവർക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നവർ? നമ്മുടെ പാമ്പാടിയിലെ ഇല്ലം എത്ര ഏക്കറാണ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സ്ഥലം നമുക്ക് തന്നിരിക്കുന്നത്? കൈതമറ്റമില്ലം. അങ്ങനെ എത്ര ആളുകൾ ഈ നാട്ടിൽ കാണും? എനിക്ക് സ്ഥലം തരാതെ മാത്രമല്ല, മാളിയേക്കൽ ട്രസ്റ്റ് അവിടെ ടർഫ് പണിഞ്ഞു തന്നു. മറ്റൊരു ട്രസ്റ്റ് ഇതേപോലെ ഒരു ഡോക്ടറും വൈഫും അയർക്കുന്നത്ത് സ്ഥലം വിട്ടു തന്നു. അവിടെ മറ്റൊരു ട്രസ്റ്റ് ബാഡ്മിന്റൺ കോർട്ട് പണിഞ്ഞു തരുന്നു. എറ്റേണിറ്റി പൂൾസ് എന്ന് പറയുന്ന ഒരു പൂൾസ്, ഏറ്റവും മികച്ച പൂൾസുകൾ, സ്വിമ്മിംഗ് പൂളുകൾ ചെയ്യുന്ന ഒരു ഒരു കമ്പനിയാ. നമുക്ക് മീനടത്തിന്റെ പുതുപ്പള്ളിയുടെ ബോർഡറിൽ മീനടത്താണത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്തു തരികയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു MLA എന്ന നിലയ്ക്ക് എനിക്ക് 3 സ്ഥലത്ത് ഇത്രയും ചെയ്യാമെങ്കിൽ ഒരു സർക്കാർ എന്ന നിലയ്ക്ക് എന്തുമാത്രം വികസനം സ്പോർട്സിന്റെ രംഗത്ത് അല്ലെങ്കിൽ ഏത് രംഗത്താണെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും? ഈ സർക്കാർ ആർജവത്തെ കാണിക്കാത്ത എന്താ? ആൾക്കാരോട് ചോദിക്കാത്ത എന്താ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ ഇത്? നമ്മുടെ നാടിന് വേണ്ടിയല്ലേ? അപ്പോൾ ഈ സർക്കാരിന് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ എഴഞ്ഞു പോയാൽ മതി. അങ്ങനെ എഴഞ്ഞു നീങ്ങുന്ന സർക്കാരാണ് ഈ പോകുന്നതിന്റെ ഇടയ്ക്ക്. 26 വരെ സമയമുള്ളൂ കേട്ടോ. 26 കഴിഞ്ഞ കെട്ടിയും പൂട്ടി പിണറായി വിജയനും കൂട്ടർക്കും അറബിക്കടലിലേക്ക് പോകേണ്ട സാഹചര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പോകാൻ വഴിയൊന്നും വേറെ ഒന്നും ഇല്ലല്ലോ. അറബിക്കടലേ ഉള്ളു വഴി, ബാക്കി അങ്ങോട്ടാ പോകുന്നത്. ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത്